വീഡിയോ കാണുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ സൺഡേയിൽ ഉച്ചയ്ക്ക് ചർച്ചയിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അവിടെ അമ്മ 2 ചക്ക പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ട്രിവാൻഡ്രത്ത് ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി എടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോവുകയാണേ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാനൊക്കെ. അപ്പോൾ അച്ഛന് ചൊവ്വാഴ്ചയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പോകാൻ മെയിൻ കാരണം അതാട്ടോ. അപ്പോൾ ചൊവ്വാഴ്ച അച്ഛന് ഞാൻ പറഞ്ഞല്ലോ, അച്ഛന് മറ്റേ സ്റ്റോണിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയായതുകൊണ്ട് ഇപ്പം ചൊവ്വാഴ്ച ചെക്കപ്പിന് പോകാനുണ്ട്. അപ്പം ചേച്ചിയും അലീനൊക്കെ പറഞ്ഞു ഞായറാഴ്ച അങ്ങോട്ട് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയതാട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ട്രൈക്കലിംഗ് കടയിൽ ഒരു ബ്ലാങ്കറ്റ് കൊടുക്കാറുണ്ട്. മിസ് ഹോസ്പിറ്റലിൽ കിടന്നപ്പം വാങ്ങിച്ചത്. അപ്പോൾ അതൊന്ന് ട്രൈക്കലിംഗ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ നേരെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് വിട്ടു കേട്ടോ. പോയ വഴിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വോമിറ്റിംഗ് ഒക്കെ ചെയ്തു. പിന്നെ അച്ചാച്ചൻ ഇറങ്ങിയൊക്കെ ഒന്ന് നിന്നു. അച്ചാച്ചനെ ഇരുന്നും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് അങ്ങ് പാമ്പല ഇടയ്ക്കൊന്ന് നിൽക്കുകയൊക്കെ വേണം കേട്ടോ. മറ്റേ ലൈസറൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഇടം നിന്ന് ഇറങ്ങിയൊക്കെ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് യാത്രയായി. പിന്നെ അവരുടെ വീട്ടിലോട്ട് കയറി പോകുന്ന വഴിയാട്ടോ. ഇത് നല്ല സൂപ്പർ വഴിയാട്ടോ. എന്താ പറയുക, നമ്മുടെ 2 ദിവസം വേണ്ട, ഒരു ദിവസം നമ്മുടെ വണ്ടി കൊണ്ട് വന്നാൽ അത് വണ്ടിയുടെ പണി കഴിഞ്ഞ് പോകും, അത്ര തന്നെ. അങ്ങനെ നമ്മൾ നേരെ അവിടെ പോയി. പിന്നെ ഗേറ്റ് തുറക്കാൻ കുറേ സമയം വെയിറ്റൊക്കെ ചെയ്തു. കുഴപ്പമില്ല, ഗേറ്റൊക്കെ തുറക്കുക. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മളങ്ങനെ ഇപ്പോഴല്ല ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങി. അപ്പം നമ്മൾ പെട്ടെന്ന് അതിൻ്റെ കാര്യമൊന്നും ഓർക്കത്തില്ല കേട്ടോ. അങ്ങനെ വീഡിയോസും കാര്യങ്ങളും എടുക്കില്ല. രാത്രിയിൽ ഇതിന് കാര്യം പറഞ്ഞൊക്കെ ഇരുന്നപ്പോഴാണ് കുഞ്ഞിൻ്റെ ഓരോ ഇതൊക്കെ കണ്ട് ചിരി വന്നിങ്ങനെ ഇരുന്നപ്പോഴൊക്കെയാണ് അന്നേരം ഓർത്ത് ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് അവൻ്റെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അച്ചാച്ചനും കൊച്ചും അച്ചാച്ചനെ മറ്റേ പേപ്പറൊക്കെ വെച്ച് ക്യാമറ പോലൊക്കെ ഉണ്ടാക്കിയിട്ട് അവനോട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ ഏത് രീതിയിലും പോസ് ചെയ്ത് കൊടുക്കും കേട്ടോ ഫോട്ടോയ്ക്ക്. പക്ഷേ ജോക്കൂട്ടിന് അങ്ങനെയല്ല കേട്ടോ. അവന് ഫോട്ടോയ്ക്ക് എടുക്കാൻ ഭയങ്കര മടിയുള്ള കാര്യത്തിലാണ്, എൻ്റെ കൂട്ടുകാരനെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ പിറ്റേന്ന് ഈവനിങ്ങിലാണ് കേട്ടോ. പിറ്റേന്ന് ഈവനിങ്ങിൽ നമ്മളൊന്ന് പുറത്ത് പോയി കേട്ടോ. പുറത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ബീച്ചിൽ പോയി കേട്ടോ. ബീച്ചിൽ പോയി അവിടെ പോയി എന്ന് പറഞ്ഞാൽ ജോക്കുട്ടിനെ കൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും പോകാറില്ലല്ലോ. ബീച്ചിലൊന്നും പോയിട്ടില്ല. ബീച്ചിൽ പോയിട്ടില്ല, നല്ല പോയിട്ടുണ്ട്. കൊല്ലം ബീച്ചിൽ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അവിടെ പോയിട്ട് അന്ന് വെള്ളത്തിലിറങ്ങാനോ മറ്റോ ഒന്നും കഴിഞ്ഞില്ല കേട്ടോ. അന്ന് കടൽ ഷോഫോ മറ്റോ എന്തോ ഇതായിരുന്നു. നമ്മളത് അറിയാതാണ് നമ്മളവിടെ പോയത്. അങ്ങനെ പിന്നെ അവിടെ ബീച്ചിൽ ചെന്നു. പിന്നെ ബീച്ചിൽ ചെന്നാൽ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ കുറേ സമയത്ത് അവൻ്റെ വഴിക്ക് അങ്ങ് വിട്ടിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിയുടെ മോനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടൊരു കുളിയായി നനയായി അങ്ങനെ അവരങ്ങ് അട്ടഹസിച്ചങ്ങ് നടന്നു കേട്ടോ വെള്ളത്തിൽ കൂടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അയക്കാം കേട്ടോ. അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. കമൻറ്റൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ, പക്ഷേ കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞ് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. എന്താണെന്നറിയില്ല, അവന് നമ്മൾ വിചാരിച്ചത് നമ്മൾ പിടിച്ചൊക്കെ നിൽക്കുമ്പം അവിടെ വന്നപ്പോഴും മൂടിഞ്ഞ ആളായിരുന്നു കേട്ടോ. ഭയങ്കര ആളായിരുന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ എത്ര ആൾ കാണത്തില്ലെന്നാണ് ചേച്ചിയൊക്കെ പറഞ്ഞത്. ഇന്നെന്തോ ഭയങ്കര, എനിക്കൊന്ന് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ആളായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഓരോ കുഞ്ഞു മക്കളാണെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന് കാണിക്കുന്ന ഓരോ കോപ്പറങ്ങളൊക്കെ കാണും. അതൊക്കെ കാണും, സത്യം പറഞ്ഞാൽ പേടിയാകും. പിന്നെ നമുക്കും ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയൊന്നും മറിഞ്ഞാൽ കൊള്ളാനൊക്കെ തോന്നും കേട്ടോ. എന്തായാലും കുറച്ചൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയൊക്കെ ഒന്ന് നിന്നു. അങ്ങനെ നമ്മൾ വന്നപ്പം നമുക്ക് അങ്ങനെ വെറുതെ പോകാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ കുഞ്ഞാണെങ്കിൽ ഇറങ്ങിയില്ല കേട്ടോ. അവനെന്തോ അവനെ പിടിച്ചൊന്ന് വെള്ളത്തിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നിർത്തി. പിന്നെ അവൻ ഒരു ജന്മം ചെയ്താൽ അതിൻ്റെ അകത്ത് ഇറങ്ങത്തില്ല കേട്ടോ. എങ്ങനെയൊക്കെ നിർത്താൻ നോക്കിയിട്ടും പിന്നെ അവൻ ഇറങ്ങത്തില്ല. അവനെന്തോ ആ തിരയൊക്കെ ഇങ്ങനെ വരുന്ന കണ്ടപ്പോഴത്തേനെ പേടിച്ചു പോയെന്ന് തോന്നുന്നു. പിന്നെ ചോക്കിട്ടും പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. പിന്നെ അപ്പുറത്തൊക്കെ നോക്കിയപ്പോൾ പിള്ളേരൊക്കെ ഉടുപ്പെല്ലാം ഊരിക്കളഞ്ഞിട്ട് വെള്ളത്തിൽ കുളിക്കുന്നത് നനയ്ക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ജോക്കൂട്ടിനെ ഉടുപ്പ് ഊരി മാറ്റണം. പിന്നെ ജോക്കൂട്ടനും അവനും കൂടെ ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞു. പിന്നെ അവരതിൻ്റെ അകത്തങ്ങ് പിന്നെ അവരുടെ ലോകമായിരുന്നു അവിടെ കേട്ടോ. അങ്ങനെ പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മളിങ്ങനെ പിള്ളേരെ കൊണ്ട് അങ്ങനെയൊന്നും പോകാത്തത് കൊണ്ടൊക്കെ ആണെങ്കിലേ പിള്ളേരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ മനസ്സിന് വല്ലാത്തൊരു എന്താ പറയുക, ഒരു സന്തോഷമാണ്. അങ്ങനെ പിന്നെ കുറേ സമയം പിള്ളേരെ അങ്ങ് വിട്ടിരുന്നു. അച്ചാച്ചന് പിന്നെ കുറേ സമയം നിൽക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പോകുന്നു കേട്ടോ. കുറച്ച് സമയം നിന്നിട്ട് പോകുന്നു. പിന്നെ കുഞ്ഞിനെ പിന്നെ അങ്ങ് ചേച്ചി അളിയനും കൂടെ അങ്ങ് കൊണ്ടുപോയിട്ട് പിന്നെ അവൻ അവിടെ നിന്ന് മണ്ണുവാരി കളിയും കുളിയും തന്നെ മണ്ണുവാരിയൊക്കെ കളിച്ചിങ്ങനെ അവൻ അവിടെ അങ്ങ് ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്തൊക്കെ ചെയ്ത് അവൻ ഇറക്കാൻ നോക്കിയിട്ട് അവൻ പിന്നെ വെള്ളത്തിലിറങ്ങത്തില്ല കേട്ടോ. പിന്നെ കുറേ ആയപ്പോഴത്തേന് തിരക്ക് എന്തോ ഭയങ്കര വേഗത, ഭയങ്കര ഇതായിട്ട് തിര വരുന്നത് കണ്ടു. പിന്നെ അപ്പോഴത്തേന് പോലീസൊക്കെ വന്ന് എല്ലാവരെയും മാറ്റി കേട്ടോ.
പിന്നെ നമ്മൾ വന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടെ ഏതോ ഒരു വലിയൊരു അമ്പലം, ഞാൻ ആദ്യമായിട്ട് കാണും അവിടെ ഇത്രയും വലിയൊരു അമ്പലത്തിൽ ഇങ്ങനെ ഉത്സവം നടക്കണേ. ഭയങ്കര ഉത്സവമായിരുന്നു കേട്ടോ. അതിൻ്റെ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ വന്ന വഴിക്ക് നമ്മുടെ വണ്ടിയും പഞ്ചറായി. പിന്നെ വണ്ടി കൊണ്ട് അവിടെ ചർച്ചിലിട്ടിട്ട് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചാട്ടോ വീട്ടിലേക്ക് വന്നേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അന്ന് 2 ദിവസത്തെ വീഡിയോ ചെറുതായിട്ട് ഒറ്റമൂലമൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. ഇനി ഇത് ലാസ്റ്റ് ഞാൻ അന്നേരം അവിടെ ചെന്ന് ബീച്ചിൽ ചെന്നിരുന്ന് എടുത്ത ഫോട്ടോസും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടെ കാണണം എല്ലാവരും. അപ്പം വീണ്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം ടാറ്റാ, ബൈ ബൈ.